കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം ശാലോം ടി വിയിലെ മന്നയുടെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നത് ഈ എപ്പിസോഡിൽ ജീസസ് യൂത്തിലൂടെ നവീകരണ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഒരു യങ് ഫാമിലിയാണ്. സെബാസ്റ്റ്യൻ, ലിജിയ, ജോവാൻ ആൻഡ് റയൻ. അനേക വർഷങ്ങളായിട്ട് ദുബായിൽ താമസിക്കുകയും ദുബായിൽ തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ആ കുടുംബമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ജീവിതത്തിൽ അവർ വളരെ മനോഹരമായ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. എല്ലാവരും ആനുവൽ വെക്കേഷന് നാട്ടിൽ പോകുന്ന സമയത്ത് ഇവർ മിഷൻ പ്രവർത്തനത്തിനായിട്ട് ആ ആനുവൽ വെക്കേഷനിൽ 1 മാസം ചെലവഴിക്കാനായിട്ട് തീരുമാനിച്ചു. ആഫ്രിക്കയിലെ ഒരു സ്ഥലത്ത് ഇവർ ആ മിഷൻ പ്രവർത്തനത്തിന് അവരവിടെ പോവുകയും അവരുമായി ഇടപഴകുകയും സംസാരിക്കുകയും ആ മിഷൻ പ്രവർത്തനത്തിൽ ഭാഗവാക്കാക്കുകയും ചെയ്തു. അവരുടെ ആ പ്രവർത്തനങ്ങളും അവരുടെ അവിടെ ഉണ്ടായ എക്സ്പീരിയൻസുമൊക്കെ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മളോട് ഷെയർ ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്രകാരമാണ് നിങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വന്നത്? ഇങ്ങനെ ഒരു മിഷന് പോകണം, 1 മാസം വെക്കേഷനൊക്കെ മാറ്റിവെച്ച് ഈ ഒരു മിഷൻ പ്രവർത്തനത്തിലേക്ക് 1 മാസം ഡെഡിക്കേറ്റ് ചെയ്ത് പോകണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എപ്രകാരമാണ് വന്നു ചേർന്നത്? താങ്ക് യു ഗോൾവിൻ. ജീസസ് യൂത്തിൻ്റെ ജൂബിലി ഇയറിൽ 2 പ്രൊജക്റ്റുകളാണ് അനൗൺസ് ചെയ്തത്. ഒന്ന് 1 മന്ത് മിഷൻ, രണ്ടാമത്തേത് ചൈൽഡ് സപ്പോർട്ട്. അപ്പോൾ 1 മന്ത് മിഷൻ അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് അന്ന് പറഞ്ഞത് എവരി ജീസസ് യൂത്ത് ഈസ് എ മിഷണറി. അപ്പം ഓരോ ജീസസ് യൂത്തും 2020 ഒരു 1 മന്ത് മിഷനിലൂടെ കടന്നു പോകണം, ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകണമെന്നാണ് അന്ന് പറയുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം, അത് ആ ഒരു 1 മന്ത് മിഷനിലൂടെ കടന്നു പോകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വരികയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. 2011 ഞങ്ങളുടെ മാരേജ്. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ലിജിയോട് ഷെയർ ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ച് അതിന് പോകാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും 2017 പോകണം എന്നാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ ആ ഒരു പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾക്കൊരു തോന്നലുണ്ടായി, അത് ഒന്ന് പ്രീപോണ്ട് ചെയ്ത് 2016 പോകാം എന്നുള്ള തീരുമാനം എടുക്കുകയും അതിൽ 2 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഒന്ന്, 2016 ഇയർ ഓഫ് മേഴ്സി ആയിട്ട് പോപ്പ് ഫ്രാൻസിസ് ഡിക്ലെയർ ചെയ്തു. രണ്ടാമത്തത്, ഈ ഒരു ജീവിത സാഹചര്യം ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അറിയില്ല. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഞങ്ങളത് പ്രീപോണ്ട് ചെയ്ത് 2016 സെപ്റ്റംബറിൽ ഞങ്ങൾ ആഫ്രിക്കൻ മിഷൻ എടുത്തു. അതിൽ ജീസസ് യൂത്ത് മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു മിഷൻ പ്ലേസാണ് ആഫ്രിക്ക. അതിൽ യുഗാണ്ടയുണ്ട്, തൻസാനിയ, ചാഡ്, കംബോഡിയ, ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ജീസസ് യൂത്ത് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് മൂവ്മെൻറ്റ് തന്നത് യുഗാണ്ടയാണ്. എപ്രകാരമായിരുന്നു ഈ ഒരു പ്രിപ്പറേഷനിലൂടെ നമ്മൾ കടന്നുപോയി? ഈ ഒരു മിഷനിലേക്ക് നമ്മൾ പോകാനായിട്ട് തീരുമാനിച്ചു. പ്രാർത്ഥനയുടെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കാം,
മറ്റു സാഹചര്യങ്ങളിലുള്ള എത്തരത്തിലുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഈ ഒരു മിഷന് വേണ്ടി നമ്മൾ ഒരുക്കിയത് പോകാനായിട്ട്? ഓൾമോസ്റ്റ് 6 months മുമ്പേ ഇത് നമ്മൾ ഇൻ്റർനാഷണൽ ഓഫീസിനെ അറിയിക്കുകയും അവരതിൻ്റെ ഗൈഡ് ലൈൻസും ഈ പ്രിപ്പറേഷൻ മെറ്റീരിയൽസൊക്കെ നമുക്ക് തരികയും ചെയ്തു. നമുക്ക് വാക്സിനേഷൻ എടുക്കുക, യെല്ലോ വാക്സിനേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ടിക്കറ്റ് ബുക്ക് ചെയ്യണം, പിന്നെ ഓൺലൈൻ വിസ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സഹകരണം ഉണ്ടായിരുന്നു മറ്റുള്ളവരുടെയും? എല്ലാ കാര്യങ്ങളും ഒരു സഹകരണത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്? തീർച്ചയായിട്ടും. മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അപ്രോച്ച് ചെയ്ത എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടിയത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് കിട്ടിയത്. ഒരു കുടുംബിനി എന്ന രീതിയിൽ ചേച്ചിയും ഒത്തിരി ചലഞ്ചസിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ ഈ ഒരു മിഷന് വേണ്ടി പോകുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള ഒരു പരിധിവരെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ മാനേജ് ചെയ്ത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അതോടൊപ്പം തന്നെ അതൊരു വലിയ തീരുമാനമാണ് നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? കഴിഞ്ഞ നവംബറിലാണ്, 2015 നവംബറിലാണ് ഇൻ്റർനാഷണൽ ഡെസ്കിനെ ഞങ്ങൾ 2016 സെപ്റ്റംബറിൽ പോകാനായിട്ടുള്ള തീരുമാനം ഞങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് റയാന് ഏകദേശം ഒരു 6 മാസം പ്രായം മാത്രമേ ഉള്ളൂ. ഇവന് 1 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ മിഷൻ ചെയ്തത്. അപ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് തോന്നിയത് ആ സമയത്ത് അവൻ കുറച്ച് അലർജിക്കാണ്, പല ഫുഡ് ഐറ്റംസിനോട് അലർജിക്കാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയം തൊട്ട് ഒരു 6 മാസം തൊട്ട് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അവന് പനി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എപ്പോഴും അസുഖങ്ങൾ. അപ്പോൾ ഈ വാക്സിനേഷൻ എടുക്കുന്ന സമയത്ത് അസുഖങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു വലിയ ചലഞ്ചായിരുന്നു. പക്ഷേ ഒരു അത്ഭുതം പോലെ ഒരു സെപ്റ്റംബറിലാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ജൂലൈ അവസാനമൊക്കെ ആയപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഇവൻ്റെ അസുഖങ്ങളെല്ലാം വിട്ടുമാറി. വാക്സിനേഷൻ്റെ സമയത്ത് ഞങ്ങൾക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മലേറിയയുടെ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. അവിടെ എപ്പോഴും ഈ മലേറിയ അങ്ങനത്തെ പകർച്ചവ്യാധികൾ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് മലേറിയയുടെ ടാബ്ലറ്റ് കഴിച്ചിട്ട് വേണം. പക്ഷേ ഇവർ 2 പേരും മലേറിയയുടെ ടാബ്ലറ്റ് ഒന്നും കഴിക്കാതെയാണ് പോയത്. അപ്പോൾ അതൊക്കെ എന്നിട്ടും ഞങ്ങളുടെ കൂടെ ആ സമയത്ത് അവിടെ ഒരു ഇൻ്റർനാഷണൽ ട്രെയിനിങ് നടന്നിട്ട്, GCUത്തിൻ്റെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ട്രെയിനിങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ വന്ന് 2 പേർക്ക് മലേറിയ വന്നു. പക്ഷേ ഇവർ മരുന്ന് പോലും കഴിക്കാതെ പോയി. ഇവർക്ക് ദൈവത്തിൻ്റെ ഒരു വലിയൊരു കരുതലും പ്രൊട്ടക്ഷനും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വെറും ഹോളി വാട്ടർ കൊണ്ടാണ് ആ 1 മാസം ഇവർ മാനേജ് ചെയ്ത് പോയത്. എനിക്ക് ഒരു വിധത്തിലുള്ള കുഞ്ഞുങ്ങളുടെ ഒരു അസുഖങ്ങൾ കൊണ്ട് ഒരു സെക്കൻഡ് പോലും മിഷന് നഷ്ടപ്പെടാനിടയായിട്ടില്ല. ദൈവത്തിന് ഒത്തിരി നന്ദി. ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനയാണ് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ കാണുന്നത്, അല്ലേ? കുറച്ചുകൂടി ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും ഈ സ്ഥലത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഒരു അനുഭവങ്ങളെക്കുറിച്ചും ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? ഞങ്ങൾ പോയത് യുഗാണ്ടയിലെ കസാന ലുവീറോ എന്ന് പറഞ്ഞൊരു ഡയോസിസിൽ, ലുവീറോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട് യുഗാണ്ടയെ പറ്റി. നമ്മളെപ്പോഴും ചെറുപ്പകാലം തൊട്ടേ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, പിള്ളേരോട് കളിയാക്കി പറയാറുണ്ട്, പേടിപ്പിച്ച് പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലുള്ളത് പോലും ചിലപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് പല കുറ്റകൃത്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മുടെ നാട് പോലെ തന്നെ നല്ല പ്രകൃതി ഭംഗിയുള്ള, അധികം വിഷമില്ലാത്ത വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന ഒരു നല്ല സ്ഥലമാണ് യുഗാണ്ട. കമ്പാലയാണ് യുഗാണ്ടയുടെ സിറ്റി ക്യാപിറ്റൽ. അവിടുന്ന് ഏകദേശം ഒരു 320 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ പോയ ഒരു സ്ഥലമെന്നാണ്. ഗ്രാമപ്രദേശമാണ്. ഞങ്ങൾ പോയത് ലുവേറ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ചെല്ലുകയും അവിടുത്തെ ബിഷപ്പിനെയും അതുപോലെ തന്നെ പാരിഷ് പ്രീസ്റ്റിനെയും മീറ്റ് ചെയ്യുകയും ചെയ്തു. വളരെ സപ്പോർട്ടീവായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. ഈ മിഷന് വേണ്ടി നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയും അവിടെ ചെന്ന് എപ്രകാരമായിരുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഞങ്ങൾ ചെയ്തത് ഇങ്ങനെയാണ്. ഞങ്ങൾ ഓരോ ഫാമിലീസിനെ വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ രാവിലെ 6 മണിയുടെ ഹോളി മാസിന് പോവും. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ ഓരോ ഫാമിലിയുടെ മീറ്റ് ചെയ്യാനായിട്ട് പോവും. അവിടെ ഞങ്ങൾ പോകുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, അവർ പറയുന്നത് കേൾക്കുന്നു, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. പലപ്പോഴും സാക്രമെൻറ്റ്സിൻ്റെയൊക്കെ ആ ഒരു ഗ്രേസിനെ പറ്റി പറയാനും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് പലപ്പോഴും ഞങ്ങൾ സംസാരത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ മാസിന് ശേഷം യൂത്തിനെ
അവരുമായിട്ട് മീറ്റ് ചെയ്തു. അതിനുശേഷം കുട്ടികളെ, അങ്ങനെ എല്ലാവരിലൂടെയും ഈവൻ കുട്ടികളിലൂടെ തന്നെ ഞങ്ങൾക്ക് പല ഫാമിലീസിലെയും കടന്നു ചെല്ലാനും ഈ ഒരു എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുവാനും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ആ സമയത്ത് സാധിക്കുകയുണ്ടായി. എപ്രകാരമായിരുന്നു നിങ്ങളുടെ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ? ആരായിരുന്നു നിങ്ങളെ അതിനെല്ലാം സഹായിച്ചുകൊണ്ടിരുന്നത്? പ്രത്യേകിച്ച് അറിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എപ്രകാരമായിരുന്നു നിങ്ങൾക്ക് സഭയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ളൊരു സഹായമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയാണത് കാര്യങ്ങളൊക്കെ നിങ്ങളത് മാനേജ് ചെയ്തത്? ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആദ്യം ഞങ്ങൾ അവിടുത്തെ ബിഷപ്പിനെ കണ്ടു. അതിനുശേഷം അവിടുത്തെ പാരിഷ് പ്രീസ്റ്റിനെ, ഫാദർ ജോസഫ് കക്കൂസ, അതാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ ആ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ച ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ്. എങ്ങനെ നിങ്ങൾ ഓരോ വീട്ടിലേക്കും കയറി ചെല്ലും, ഇതൊക്കെയായിരുന്നു അച്ഛൻ്റെ ഒരു കൺസേൺ ആദ്യത്തെ. അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലുഗാണ്ട എന്ന് പറഞ്ഞൊരു ലാംഗ്വേജാണ് അവർ സംസാരിക്കുന്നത്. ഒരു 60 to 65 ആളുകൾക്ക് ഇംഗ്ലീഷ് കുഴപ്പമില്ല, അറിയാം. അത് പക്ഷേ കുട്ടികൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതലും കുട്ടികളിൽ കൂടെ ഈ ഇങ്ങനത്തെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യാൻ മടിയുള്ള ഫാമിലീസിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നത് അവിടുത്തെ കുട്ടികളിലൂടെയാണ്. കുട്ടികളിലൂടെ സംസാരിച്ച് അതുവഴി ആ ഫാമിലീസിലേക്ക് കയറി ചെല്ലുന്ന ഒരിതാണ്. അപ്പോൾ അവർക്ക് ലാംഗ്വേജ് ഒന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അവരെല്ലാം സംസാരിക്കാനും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഞങ്ങൾക്കത് മനസ്സിലാവാനും ഒന്നും വലിയൊരു പ്രോബ്ലം വന്നിപ്പോൾ തോന്നിയില്ല. നമ്മൾ തന്നെ ഒരു ടേക്ക് ബാക്ക് ചെയ്യുന്ന നമ്മുടെ തന്നെ ഒരു യുണീക്ക് എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? ഞങ്ങൾ മിഷന് വേണ്ടി തീരുമാനം എടുത്തത് മുതൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും, മിഷൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു ഇടപെടലും ഞങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കരുതലും ഒരു പ്രൊട്ടക്ഷനൊക്കെ കാണാനായിട്ട് സാധിച്ചു. ഓരോ ചെറിയ പ്രതിസന്ധികളിലാണെങ്കിൽ കൂടെ ഓരോ സ്ഥലത്തും ദൈവത്തിൻ്റെ ഒരു, ഇപ്പോൾ ചില സംഭവങ്ങൾ പറയുവാണെങ്കിൽ ഞങ്ങൾ പോകുന്നതിൻ്റെ തലേദിവസം 2 പേർക്ക് നല്ല പനിയായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്തൊന്നും ഞങ്ങൾ വീട്ടിലില്ല. നല്ല പനിയായിട്ട് ഞങ്ങൾ ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഞങ്ങൾ ഉഗാണ്ടയ്ക്ക് പോകുന്നത് 2 പേർക്കും ആൻറ്റിബയോട്ടിക്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾ ചെന്നെടുത്ത് ഇലക്ട്രിസിറ്റിയും ഫ്രിഡ്ജും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മരുന്ന് ആൻറ്റിബയോട്ടിക്സ് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അത് സേവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ചെന്ന ദിവസം തന്നെ ഇത് കളയാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ അസുഖങ്ങളുടെ പേരിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ശരിക്കും ഒരു ഹോളി വാട്ടർ മാത്രം, ഈ ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊടുക്കാതെ, ഒരു മരുന്നും ഞാൻ കൊടുത്തിട്ടില്ല ഇവർക്ക്, ഹോളി വാട്ടർ മാത്രം കൊണ്ടാണ് അത്രയും ദിവസം ഞങ്ങൾ കഴിഞ്ഞത്. അതുപോലെ തന്നെ അവിടുത്തെ ഈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ചെറിയ വില്ലേജസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വില്ലേജിൽ നിന്ന് വേറൊരു വില്ലേജിലേക്ക് പോകുന്നത് ബസ്സോ അങ്ങനത്തെ വാനോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ചെറിയ ബൈക്കുകളിലാണ് ഞങ്ങൾ പോകുന്നത്. ബൈക്കുകളിലാണ് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ ബൈക്കിനും ഓരോ ഡ്രൈവർ ഉണ്ടാവും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്തൊരു വില്ലേജിലേക്ക് പോകാനായിട്ട്, കസാല എന്നാണ് ആ വില്ലേജിൻ്റെ പേര്. അപ്പോൾ ലുവേറയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റേഴ്സ് ഉണ്ട് കസാലയിലേക്ക്. അപ്പോഴേക്കും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ പോകണമെങ്കിൽ ഈ ബൈക്ക് വേണം. ഞങ്ങളെല്ലാവരും കൂടെ, ഓരോ ബൈക്കിനും ഓരോ ഡ്രൈവർ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ പോകണമെങ്കിൽ ഞങ്ങൾ 2 ബൈക്കിൽ പോകണം. അപ്പോൾ ഈ 2 ബൈക്കിലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ നമുക്ക് കുറച്ച് പേടിപ്പെടുത്തുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ 2 ബൈക്കിൽ പോകാനുള്ളൊരു ധൈര്യമില്ല. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകാനിരുന്ന ആ പാരിഷിലെ അച്ഛൻ ആ സമയത്ത് അവിടെ വരാനും ഞങ്ങളെ കൊണ്ടുപോകാനും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനും ഇടയായി. വീണ്ടും ഞങ്ങൾ പോകാനിരുന്ന ആ വില്ലേജിലേക്ക് അച്ഛൻ ഞങ്ങളവിടെ കൊണ്ടെത്തിച്ചു. വീണ്ടും ആ വില്ലേജിൽ നിന്ന്, അതിന് ശേഷം അച്ഛൻ തിരിച്ചു പോയി. വീണ്ടും ആ വില്ലേജിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് എത്തണം. അതിനും അവിടെ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് അവിടെ ഒരൊറ്റ ബൈക്കേ ഉള്ളൂ. അപ്പോൾ അത് വീണ്ടും ഇതേ പ്രശ്നം. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് ഇവർ കൊണ്ടേ ആക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് സെബാസ്റ്റ്യനും കുഞ്ഞുങ്ങളും കൂടെ ആദ്യം ബൈക്കിൽ കയറിപ്പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ, എൻ്റെ കൂടെ അവിടെ നിന്ന് തന്നെ ഞാൻ പരിചയപ്പെട്ട ഒരാളും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് ബൈക്കുകാരൻ തിരിച്ചു വരുന്നില്ല. അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ആയി. പിന്നെ ആ സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചു. കാരണം അടുത്തൊന്നും ഞങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥലം കഴിഞ്ഞ് കുറേ ദൂരം ഞങ്ങൾ നടന്നിങ്ങോട്ട് പോന്നു. തിരിച്ച് ആ വീട്ടിലേക്ക് പോകാൻ എനിക്കറിയില്ല. പിന്നെ അടുത്തൊന്നും വീടുകളൊന്നുമില്ല, മുഴുവൻ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ കുറച്ച് ആ സമയത്തൊരു ടെൻഷൻ. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ വീണ്ടും ഒരു അത്ഭുതം പോലെ അച്ഛൻ വീണ്ടും ഞങ്ങളെ അന്വേഷിച്ച് വീണ്ടും വരുവാണ്. എങ്ങനെ ഞങ്ങൾ വരുമെന്നുള്ളൊരു ഓർമ്മയിൽ അച്ഛൻ തിരിച്ച് വണ്ടിയും കൊണ്ട് ഞങ്ങൾ അന്വേഷിച്ച് വരുവാണ്. വീണ്ടും അച്ഛൻ ഇവർ ആയിരുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടെത്തിക്കാനിടയായി. അപ്പോൾ അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഇടപെടൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എക്സ്പീരിയൻസ്.
പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആളുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളുകളാണ്, നല്ല എളിമയുള്ള ആളുകളാണ്. നമ്മളെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത് നമ്മുടെ കൈ വാഷ് ചെയ്ത്, അവർ തന്നെ നമ്മുടെ കൈ വാഷ് ചെയ്തിട്ടാണ് നമ്മളങ്ങനെ അത്രയും ആതിഥ്യ മര്യാദയുള്ള ആളുകളെ കാണാനായിട്ട് സാധിച്ചു. അതൊക്കെ നമുക്ക് അവരിൽ നിന്ന് പഠിക്കാവുന്ന ഒരു പാഠമാണ്. പിന്നെ അവരുടെ ഒരു ഹ്യൂമിലിറ്റി, ബിഷപ്പ് തൊട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാവുന്നു പാത്രം കഴുകാനായിട്ട്, പാത്രം എടുത്ത് കഴുകി വെക്കാനായിട്ട്, നമ്മൾ കഴിച്ച പാത്രം കഴുകി വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബിഷപ്പ് തൊട്ട് ഏറ്റവും ചെറിയ ആളുകൾ വരെ അവർ കഴിച്ച പാത്രങ്ങൾ എടുത്ത് കഴുകി വയ്ക്കുന്ന ആ ഒരു മനോഹരമായ അവരുടെ ഒരു ഹ്യൂമിലിറ്റി, അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞങ്ങൾ എത്രമാത്രം അനുഗ്രഹീതരാണ്, ദൈവം ഞങ്ങളെ എത്ര ബ്ലെസ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ടായി. അതായത് നമ്മൾ എല്ലാ കാര്യത്തിനും ദൈവത്തിന് നന്ദി പറയാറുണ്ട്. പക്ഷേ നമ്മൾ സ്വീകരിക്കുന്ന ഫെയ്ത്ത് ഫോർമേഷന്, നമ്മൾ സ്വീകരിക്കുന്ന നമ്മളുടെ സാക്രിമെൻ്റൽ ലൈഫിന്, ഇതൊക്കെ പലപ്പോഴും നമ്മൾ നന്ദി പറയാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ്. നമ്മളിവിടെ 12 വർഷം നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ തരാൻ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് നല്ലൊരു അടിത്തറ തരാനായിട്ട് നമ്മുടെ പാരൻസ് ഉണ്ട്, നമുക്ക് നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ സഭ ഒരു 12 വർഷത്തോളം നമുക്ക് കാറ്റഗീസം വീണ്ടും വേണമെങ്കിൽ പഠിക്കാം ഒരുപാട്. അങ്ങനെ സഭ തന്നെ നിർബന്ധപൂർവ്വം നമുക്ക് 12 വർഷത്തോളം തരുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ജീവിക്കുന്ന ഒരു സ്പിരിച്വൽ സറൗണ്ടിങ്സിലാണ്. നമ്മുടെ വിശ്വാസം ഒരിക്കലും ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും നമ്മുടെ കൂടെ ആളുകളുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത അവിടെ വെറും 3 വർഷം മാത്രമാണ് കാറ്റഗീസം, അതും അത്ര നിർബന്ധപൂർവ്വമൊന്നും അല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ടപ്പോൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിവാഹ ജീവിതം, നമ്മളെപ്പോഴും നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയും. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു കുടുംബം നൽകിയതിന് നന്ദി പറയും, നല്ല കുഞ്ഞുങ്ങളെ നൽകിയതിന് നന്ദി പറയും. പക്ഷേ വിവാഹം എന്ന കൂദാശയിലൂടെ നമ്മൾ സ്വീകരിച്ച ആ ഒരു ഗ്രേസിന്, ആ കൂദാശയിലൂടെ നമ്മൾ സ്വീകരിച്ച ആ കൂദാശയ്ക്ക് നമ്മൾ നന്ദി പറയാൻ ചിലപ്പോൾ വിട്ടുപോകുന്നുണ്ട്. പക്ഷേ ഈ കൂദാശ സ്വീകരിക്കാൻ പറ്റാത്ത, അതിനുള്ള സാഹചര്യം ഇല്ലാത്ത കുറേ ആളുകളെ കണ്ടപ്പോഴാണ് നമ്മൾ സ്വീകരിച്ചതിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഫിസിക്കലി മെറ്റീരിയൽ തിങ്സ് ആയാലും നമ്മളിവിടെ എല്ലാ സൗകര്യങ്ങളിലും ജീവിക്കുന്നു, അതൊന്നും ഇല്ലാത്ത കുറേ പേര്, ഭക്ഷണത്തിന് വേണ്ടി പോലും ബുദ്ധിമുട്ടുന്ന, നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് കളയുന്ന ഒരു കഷ്ണം ബിസ്ക്കറ്റിന് പോലും നമ്മൾ അതിനുള്ള ആവശ്യക്കാരവിടെ ഉണ്ടെന്ന് നമ്മൾ ഒരു വലിയൊരു തിരിച്ചറിവായിരുന്നു അത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു വിസിറ്റ് കൊണ്ട്, നിങ്ങളുടെ ഈ ഒരു മിഷൻ പ്രവർത്തനം കൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് എപ്രകാരമാണ് ഒരു ഉപകാരപ്രദമായത്? എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് അവിടെ അവരുടെ ജീവിതത്തിൽ, അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ വിശ്വാസ ജീവിതത്തിലും ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത്? അതിനു മുമ്പ് പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ ലിജിയ പറഞ്ഞ് നിർത്തിയൊരു കാര്യം തന്നെയാണ്, വി ആർ സോ ബ്ലെസ്സഡ്. പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാ ദിവസവും മാസിന് പോകുമായിരുന്നു. ഈവൻ ഞായറാഴ്ചത്തെ ദിവസമാണ് ആ ഹോള് അല്ലെങ്കിൽ ആ പള്ളി മുഴുവനായിട്ട് നിറയുന്നത്. അതിൽ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു കുടുംബത്തിൽ എല്ലാവരും, അപ്പൻ അമ്മ മക്കൾ എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ വരുന്നു, അവർ പള്ളിയിലേക്ക് കയറുന്നു, ഹസ്ബൻഡ് ആ സൈഡിലിരിക്കുന്നു, വൈഫ് ഈ സൈഡിലിരിക്കുന്നു, കുട്ടികൾ വേറെ സ്ഥലത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറാണ് അവർക്ക് ഒരു ഫാമിലി ലൈഫാണെങ്കിൽ തന്നെ ഒരുമിച്ച് കൂടി എല്ലാം ഒരുമിച്ച്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പള്ളിയിൽ പോവുകയാണെങ്കിൽ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അവിടെ നമ്മളിപ്പോൾ ദുബായ് പള്ളിയിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് അവിടെ എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ ഹസ്ബൻഡും വൈഫും മാറി ഇരിക്കുന്ന തരത്തിലുള്ള അപ്പം ഞങ്ങൾ മാസിന് പോകുമ്പോഴത്തേക്ക്, ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്ക് അവർ ഞങ്ങൾ വന്ന് പരിചയപ്പെടുകയും അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയും ചെയ്തു. പിന്നെ അവിടെ ചെയ്യാൻ പറ്റിയ കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ ഓരോ ഫാമിലിയെയും വിസിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ അവരുടെ കോൺടാക്ട്സ് ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തിരുന്നു. അത് ഞങ്ങളിങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഇതിന് എല്ലാവരെയും ഞങ്ങൾ മീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഗ്യാതറിങ് സംഘടിപ്പിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് ഈ കോൺടാക്ട്സ് ഡീറ്റെയിൽസ് വെച്ച് വിളിക്കുകയും അവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് പള്ളിയിൽ ഗ്യാദർ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അപ്പം ആ ഒരു പ്രെയർ ലൈഫ് നമുക്കൊന്ന് പകർന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു തുടക്കം ഇട്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. എത്ര പേരുണ്ടായിരുന്നു ആ ഒരു ഫൈനൽ ഗ്യാദറിങ്? അതിൽ നമുക്ക് ഏകദേശം 50 തൊട്ട് 60 ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ കുറേ കുട്ടികളും. നമ്മളന്ന് ചെയ്തത് എങ്ങനെയാണ്, നമ്മൾ അവിടുന്ന് തന്നെ ഒരാളെ നമ്മളൊരു പ്രൈസ് ആൻഡ് വർഷിപ്പ് പോലെ ചെയ്യാനായിട്ട് ലുഗാണ്ടയിൽ ചെയ്യാനായിട്ട് നമ്മളവരെ ക്ഷണിച്ചു. അതിനുശേഷം നമ്മൾ ജീസ് യൂത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, എന്താണ് ജീസ് യൂത്ത് എന്ന് നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അപ്പം
നമ്മൾ ഓരോ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഓപ്ഷൻ ബോധ പൂർവ്വം എന്നുള്ളൊരു ഇതിൽ നമ്മൾ ചെയ്യുന്നതാണ് ചൈൽഡ് സപ്പോർട്ട്. നമ്മളൊരു കുട്ടിയെ നമ്മൾ ഒരു വർഷത്തേക്ക് ദത്തെടുത്ത് പഠിപ്പിക്കാനുള്ളൊരു കാര്യം. അപ്പം ഞാനിത് പ്രസൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടുന്ന് വന്ന ക്വസ്റ്റ്യനാണ്, ഇത് യുഗാണ്ടിൽ എന്നാ തുടങ്ങുന്നതെന്നുള്ളത്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് യുഗാണ്ടിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഇൻ ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഭൂട്ടാനിലും ഒക്കെയാണ്, ഫ്യൂച്ചറിൽ യുഗാണ്ടിലും വരുമെന്ന് ഞാനപ്പോൾ പറഞ്ഞു. പക്ഷേ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് കിട്ടി, യുഗാണ്ടയിലും ഇത് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 50 കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സ്പോൺസർ ചെയ്യാനായിട്ട് അവർ ഓൾറെഡി റെഡിയായി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം അതിൽ ഞാനൊരു കാര്യം കൂടെ ആഡ് ചെയ്യുകയാണ്. അതായത് അന്നത്തെ ആ ഗ്യാതറിങ് ഇന്നും അവർ കണ്ടിന്യൂ ചെയ്യുന്നു. എല്ലാ മന്ത്ലി അവർ 3rd വീക്കാണ് അവർ ഗ്യാദർ ചെയ്യുന്നത്. എല്ലാ 3rd സൺഡേയും അവർ മാസ് കഴിഞ്ഞ് നമ്മുടെ ഇവിടുത്തെ GC യൂത്തിൻ്റെ ഗ്യാതറിങ് പോലെ അവർ എല്ലാ സൺഡേയും 3rd സൺഡേയും അവർ അവിടെ ഗ്യാദർ ചെയ്യുന്നുണ്ട് മാസ് കഴിഞ്ഞിട്ട്. നമുക്ക് അവിടെ GC യൂത്തിൻ്റെ ഓഫീസ് അവിടെയുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കോണ്ടാക്ട്സ് കിട്ടിയ ആൾക്കാരെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമ്മൾ ആ ഓഫീസിലേക്ക് നമ്മൾ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് അവർ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് മാസത്തിൽ ഇവർ കൂടുന്നതിന് മുമ്പായിട്ട് ഇവർ വിളിക്കും. ഈ ഒരു ഗ്യാതറിങ് അന്ന് ഞങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു പ്രെയർ ഗ്രൂപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു പോകുന്നതെന്ന് പറഞ്ഞത് കേൾക്കുന്നതും ഞങ്ങളവരുമായിട്ട് കോൺടാക്ട്സ് എപ്പോഴും ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. ഇനി എന്നാണ് അടുത്ത ഒരു മിഷൻ ട്രിപ്പ്? തീർച്ചയായിട്ടും ഞങ്ങൾ മിഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്നൊരു തീരുമാനമെടുത്ത് എവരി 5 years ഞങ്ങൾ ഒരു മാസം മിഷന് വേണ്ടിയിട്ട് പോവുക എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അടുത്ത ഒരു മിഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2020 ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരിയധികം ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ഒരു മിഷൻ ട്രിപ്പിലൂടെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം ഒത്തിരി കനിഞ്ഞ് ചൊരിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഈ ഒരു ഷെയറിങ്ങിൽ തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ മിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യങ് ഫാമിലീസായിട്ടുള്ള ലോകമെമ്പാടുമുള്ള ഷാലോമിൻ്റെ പ്രേക്ഷകരോട് നിങ്ങളുടെ കുടുംബത്തിന് എന്താണ് അവരോട് പറയാനായിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇത് ഒരു ക്രിസ്ത്യൻ എന്ന ആൾ എന്ന രീതിയിൽ ഈശോയുടെ മിഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പം ആ ഒരു മിഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മളെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നു. ഞങ്ങൾ എൻകറേജ് ചെയ്യുകയാണ് ഓരോരുത്തരെയും. ഈ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയം ഈ ഒരു മിഷന് വേണ്ടിയിട്ട് ഒരു മാസം മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിലൂടെ കിട്ടുന്ന ഒരു ഗ്രേസ് ഇറ്റ് ഈസ് മാർവലസ്. അങ്ങനെ പറയാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ആ ഒരു ദൈവാശ്രയ ബോധം കൂടുതലായിട്ട് വളരുവാനും നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിന് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമെന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിക്കും. കഴിഞ്ഞ കുറച്ച് സമയം സെബാസ്റ്റ്യനെയും ലിജിയെയും അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിലെടുത്ത ഒരു തീരുമാനത്തിൽ ഒരു മിഷന് പോകാനായിട്ട് അവർക്ക് സാധിക്കുകയും ആ മിഷന് പോയ സമയത്ത് അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും ദൈവാനുഗ്രഹങ്ങളും എല്ലാമാണ് നമ്മളോട് പങ്കുവച്ചത്. വളരെ ഹൃദയസ്പർശിയായ മൊമെൻറ്റ്സിലൂടെ എല്ലാം ദൈവം അവരെ കൊണ്ടുപോയി. ദൈവം അവരെ കാത്തു പരിപാലിച്ചു, അവരെ സംരക്ഷിച്ചു, അവരുടെ കൂടെ നിന്നു. വലിയൊരു ദൈവാശ്രയ ബോധത്തിലേക്ക് അവരെ ദൈവം വളർത്തി ഈ ഒരു മിഷൻ ട്രിപ്പിലൂടെ. ഇവരെപ്പോലെ അനേകർ ഇപ്പോൾ മിഷന് പോകാൻ ആഗ്രഹിക്കുന്നു. അവർക്കെല്ലാം ഇവരുടെ ജീവിതം ഒരു പ്രചോദനമാണ്. നമുക്ക് ഓരോരുത്തർക്കും, യങ് ഫാമിലീസിനും ഫാമിലിയായിട്ടുള്ള എല്ലാവർക്കും ഇപ്രകാരം ഒരു തീരുമാനമെടുക്കാം. കർത്താവിൻ്റെ മിഷൻ പ്രവർത്തനത്തിൽ നമുക്കും പങ്കാളികളാകാം. അതുവഴി ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാനും അത് മറ്റുള്ളവരിലേക്ക് ആ പുഞ്ചിരികൾ അവരിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ മറ്റനേകം പേർക്ക് ഇവരുടെ ജീവിതം ഒരു പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം
നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.